നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 മിഥുനമാസം 4 തീയതി, അതായത് ശകവർഷപ്രകാരം 1947 ജ്യേഷ്ഠമാസം 28 തീയതി ബുധനാഴ്ചയും കൃഷ്ണപക്ഷ സപ്തമിയും സിംഹകരണവും പ്രീതി നിത്യയോഗവും ചേരുന്ന ദിവസം, പൂരിട്ടാതി നക്ഷത്രവും ബുധനാഴ്ചയും വരുന്ന ഈ ദിവസം ഉത്തരായനകാലം ഗ്രീഷ്മ ഋതുവിൽ 18/6/2025 സൂര്യോദയം 6:09 AM സൂര്യ അസ്തമനം 6:44 PM രാഹുകാലം 12:26 PM മുതൽ 2 PM വരെയും ഗുളികകാലം 10:51 AM മുതൽ 12:26 PM വരെയും യമകണ്ഠകാലം 7:42 AM മുതൽ 9:17 AM വരെയും തുടരുന്നു. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:02 PM മുതൽ 12:24 PM വരെയും 12:28 PM മുതൽ 12:50 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം കർക്കിടകം കൂറുകാർക്ക്. ഇനി നമുക്ക് ഈ ദിവസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യനും ഉദയവും ബുധനും ഗുരുവും മിഥുനൻ രാശിയിൽ, ചന്ദ്രനും സർപ്പിയും കുംഭൻ രാശിയിലും, ചൊവ്വയും ശിഖിയും ഗുളികോദയവും ചിങ്ങൻ രാശിയിലും, ശുക്രൻ മേടൻ രാശിയിലും, ശനി മീനത്തിലുമായി ഗ്രഹനില പറയുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാരുടെയും, അതായത് 12 രാശിക്കാരുടെയും ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലളിതാ ത്രിശതി, ലളിതാ അഷ്ടോത്തരം, അതുപോലെ മൂകാംബിക ദേവിയുടെ പഞ്ചരത്ന സ്തോത്രമൊക്കെ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയും ഒക്കെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഗോപാല മന്ത്രം, രാജഗോപാല മന്ത്രം, ത്രിപുരസുന്ദരി മന്ത്രമൊക്കെ ഉപാസിക്കുന്നവർക്ക് ഉപാസനയും ചെയ്യാവുന്നതാണ്. അതുപോലെ ഹരേ രാമ ജപിക്കുവാനും ഓം നമഃശിവായ ജപിക്കുവാനും അതൊക്കെ തുടങ്ങുവാൻ പറ്റുന്ന ദിവസം കൂടിയാണ് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ. അപ്പം തീർച്ചയായിട്ടും ചെറുപയർ നിറത്തിലോ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു തുളസിയിലെങ്കിലും ഭഗവാന്റെ പാദത്തിൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് മൂകാംബിക ദേവിയുടെ പഞ്ചരത്ന സ്തോത്രമൊക്കെ ചൊല്ലി കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിനും കുടുംബ സമാധാനത്തിനും സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തുന്നതിനും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. അമ്മേ മൂകാംബികെ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യകാരന്മാർക്ക് അനുകൂല സമയമാണ്. സ്വയം തൊഴിലിൽ ഗുണം കുറയുന്ന ദിവസമാണ്. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ അല്പം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, കരുതിയിരിക്കുക. കുടുംബമൊത്ത് ചെറിയ യാത്രകൾ നടത്തുവാനുള്ള യോഗം കാണുന്നു. ക്ഷേത്ര ദർശനത്തിന് അവസരം ലഭിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. സാമ്പത്തിക ഞെരുക്കം അല്പസ്വല്പം അനുഭവപ്പെടും. അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കുട്ടികളുടെ പുരോഗതിയിൽ സന്തോഷിക്കുവാൻ അവസരം ലഭിക്കും. വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങും. എഴുത്തുകാർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ചർമ്മരോഗങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ മാറ്റത്തിനും ശ്രമിക്കാവുന്ന സമയമാണ്. ആപൽഘട്ടങ്ങളെ മറികടക്കുവാനാവും. കുടുംബ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ത്രിപുരസുന്ദരി ദേവിയായ മൂകാംബിക ദേവിയെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നില ഭദ്രമാവും. ജോലിക്കാര്യത്തിനായി ദൂരയാത്രകൾ നടത്തും.
പിതൃസ്വത്ത് അധീനതയിലാവും. ഏറെക്കാലമായുള്ള രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കും. ഏജൻസി ഇടപാടുകളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. കർമ്മരംഗം പുഷ്ടിപ്പെടും. പരീക്ഷാദികളിൽ വിജയിക്കും. ഊഹക്കച്ചവടത്തിൽ നിന്നും ആദായം ലഭിക്കും. ജോലിയിൽ മാറ്റം വന്നു ചേരും. വസ്തുക്കച്ചവടങ്ങൾ സാധ്യമാവും. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷം ഉണ്ടാകും. അകന്നു നിന്നവർ അടുപ്പം കാണിക്കും. തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കാവുന്ന സമയമാണ്. ആപൽഘട്ടങ്ങളെ മറികടക്കുവാനാവും. കുടുംബ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ത്രിപുരസുന്ദരി ദേവിയായ മൂകാംബിക ദേവിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമസ്വാമിയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഉന്നതി ഉണ്ടാവും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പുരോഗതി ഉണ്ടാവും. പരസ്യങ്ങൾ മുഖേന വരുമാനം ലഭിക്കും. തറവാട്ടിലെ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളുവാൻ യോഗം കാണുന്നു. കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായേക്കാം. എല്ലാവരുമായി ഒത്തുചേർന്നിരുന്നത് മനസ്സിന് സന്തോഷവും ഒരു സംതൃപ്തിയും നൽകും. വീട് നവീകരിക്കുവാൻ സാധിക്കും. ക്ഷേത്ര ദർശനം നടത്തും. കലാകാരന്മാർക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. ദീർഘനാളായുള്ള ആഗ്രഹങ്ങൾ നിറവേറും. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമാധാനം ലഭിക്കും. പഠന പുരോഗതി ഉണ്ടാകും. വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കേണ്ടതായി വരും. ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കും. പിണങ്ങി നിന്നവർ ഇണക്കത്തിലാവും. പഠിച്ചതോടനുബന്ധിച്ച തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നു. രാശിനാഥനായ ശ്രീരാമസ്വാമി, ശ്രീകൃഷ്ണസ്വാമി, അതുപോലെ മറ്റ് അവതാരമൂർത്തികൾ, മൂകാംബിക ദേവിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലിക്കുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. വാഹനങ്ങൾ ക്രയവിക്രയം ചെയ്യും. ശത്രു ശല്യത്തെ നേരിടേണ്ടതായി വരും. സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാവും. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുവാൻ ഇടയുണ്ട്. പ്രമോഷൻ ലഭിക്കുവാനും സാധ്യത കാണുന്നു. സുഹൃത്ത് സഹായം ലഭിക്കും. സാമ്പത്തിക നില അല്പസ്വല്പം മെച്ചപ്പെടും. ചെറിയ യാത്രകൾ സഫലമാകും. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. ശമ്പള വർധന ഉണ്ടാവും. ഇഷ്ടവസ്തുക്കൾ വാങ്ങും. വിനോദയാത്രകൾ നടത്തും. അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. സമാധാനം നിലനിർത്താനാവും. തൊഴിൽ രംഗത്ത് നവീന ആശയങ്ങൾ നടപ്പിലാക്കി പ്രശംസ നേടും. വിദേശയാത്രാ തടസ്സങ്ങൾ മാറിക്കിട്ടും. രാശിനാഥനായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെയും ഭദ്രകാളിയമ്മയെയും പ്രാർത്ഥിക്കുകയും ശ്രീരാമസ്വാമിയും ശ്രീകൃഷ്ണസ്വാമിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ പ്രതീക്ഷകൾ ഫലിക്കും. എളുപ്പം കാര്യസാധ്യമുണ്ടാവുന്ന കാലമാണ്. വ്യാകുലതകൾ നീങ്ങും. ആരോഗ്യപരമായ ആശങ്കകൾ മാറും. പതിവിലധികം യാത്രകൾ വേണ്ടിവരും. പുതിയ കോഴ്സിന് ചേർന്ന് പഠിക്കും. കർമ്മരംഗത്ത് പുതിയ അവസരങ്ങൾ വരികയും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനാവുകയും ചെയ്യും. വിദേശ കാര്യങ്ങളിൽ അനുകൂല നടപടിയുണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കും. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തും. ഉത്കണ്ഠയും ഭീതിയും കുറയും. ദീർഘനാളായുള്ള ആഗ്രഹങ്ങൾ നിറവേറും. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൂകാംബിക ദേവിയെ കൂടി പ്രാർത്ഥിച്ച് എല്ലാം മംഗളമാക്കി തീർക്കുക. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാവും. മേലധികാരികളുടെ സഹായം ലഭ്യമാകും. മാതൃസ്വത്ത് അധീനതയിലാവും. ദാമ്പത്യ ജീവിതം സുന്ദരമാകും. കടബാധ്യതകൾ തീർക്കും. സുഹൃത്തുക്കൾ അകലം പാലിക്കുവാൻ ഇടയുണ്ട്. മനസ്സമാധാനം കുറയുവാൻ ഇടയുണ്ട്.
രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. കലാകായിക രംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും. ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനാവും. ശുഭചിന്തകൾ വർദ്ധിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. ബിസിനസ് സംരംഭങ്ങൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമായി വരും. സർക്കാർ സഹായം ലഭിക്കും. എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി ഹരേ രാമ ഹരേ കൃഷ്ണ, അതുപോലെ തന്നെ വിദ്യാഗോപാല മന്ത്രവും രാജഗോപാല മന്ത്രവും ഒക്കെ ജപിക്കുന്നത് വഴി, ത്രിശതി പാരായണം ചെയ്യുന്നത് വഴി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരവിനേക്കാൾ ചിലവുകൾ വർദ്ധിക്കും. സുഹൃത്ത് ബന്ധങ്ങൾ സുദൃഢമാകും. ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കും. മാനസിക സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട്. കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടും. ജോലിയിൽ സ്ഥിരത ലഭിക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സഹായം ലഭ്യമാകും. വാടക വീട് ഒഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് മാറേണ്ടതായ സാഹചര്യവും വരും. ലോണുകളെ ആശ്രയിക്കേണ്ടതായി വരും. അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. ശമ്പള വർധനയും പ്രതീക്ഷിക്കാം. ഇഷ്ടവസ്തുക്കൾ വാങ്ങും. വിനോദയാത്രകൾ നടത്തും. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ കുറയും. പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും സഹായം ലഭിക്കും. പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടും. രാശനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും മൂകാംബിക ദേവിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഉപാസനാ ബലം കൂട്ടുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വസ്തു വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യും. പ്രവാസികളിൽ നിന്നും ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ വലിയ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വരും. വിനോദയാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. ബിസിനസ്സുകൾ തുടങ്ങും. കടബാധ്യതകൾ അല്പം കൂടി വർദ്ധിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയും. ഉദരരോഗങ്ങളെ കരുതിയിരിക്കണം. ഉത്സവങ്ങളിൽ പങ്കുകൊള്ളും. സന്താനങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും. കുടുംബ സൗഖ്യം അനുഭവപ്പെടും. രാശിനാഥയായ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ത്രിശതി പാരായണം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കും. ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുന്നതും നന്നായിരിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം ഗുണകരമാവും. വരുമാനം വർദ്ധിക്കും. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണി ആവശ്യമായി വരും. അന്യദേശത്ത് ജോലിക്കായി ശ്രമിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. വാണിജ്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും. ഭൂമി വാങ്ങാൻ സാധിക്കും. വിനോദയാത്രകളിൽ പങ്കുകൊള്ളും. കായികമായി പുരോഗതി ഉണ്ടാവും. സുഹൃത്ത് സമാഗമങ്ങൾ സന്തോഷകരമാവും. കലാകായിക രംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും. വീട്ടിൽ ആഘോഷങ്ങൾ നടത്തുവാനുള്ള യോഗം കാണുന്നു. വ്യക്തിപരമായി പലതും നേടുവാൻ സാധിക്കും. ഭാവി കാര്യങ്ങൾ സുരക്ഷിതമാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. മാനസിക സമ്മർദ്ദങ്ങൾ കുറയും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവതാരമൂർത്തികളായ ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതും ത്രിശതി പാരായണം ചെയ്യുന്നതും മൂകാംബിക പഞ്ചരത്ന സ്തോത്രം ആലപിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ സംരംഭങ്ങൾ ആസൂത്രണം ചെയ്യും. രോഗദുരിതങ്ങളിൽ നിന്നും അല്പം മോചനം ലഭിക്കും. കലാസാഹിത്യ രംഗത്ത് അംഗീകാരം ലഭിക്കും. സന്താനങ്ങളെ കൊണ്ട് അനുഭവ ഗുണമുണ്ടാകും. ദൂര യാത്രകൾ ആവശ്യമായി വരും. പങ്കാളിയുമായുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കും. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യും. വ്യക്തിപരമായി പലതും നേടുവാൻ സാധിക്കും. പുണ്യക്ഷേത്ര ദർശനത്തിനുള്ള യോഗവും കാണുന്നു. കർമ്മരംഗം ഗുണകരമാവും. വരുമാനം വർദ്ധിക്കും. അറ്റകുറ്റപ്പണികൾ വാഹനങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം. അന്യദേശത്ത് ജോലിക്കായി പരിശ്രമിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. വാണിജ്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും.
ഭൂമി വാങ്ങുവാനുള്ള കാര്യം മാറ്റിവെക്കുന്നതാണ് നല്ലത്. കായികമായി അല്പം വിഷമത അനുഭവിക്കേണ്ടതായി വരും. പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ഊർജം നേടുന്നതിനായി ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഞ്ജനേയ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും വിഷ്ണുമായ സ്വാമിയെയും ഒക്കെ ആചരിക്കുന്നതും ഉപാസനാബലം കൂട്ടുന്നതും ഗുണഫലങ്ങൾ വരുത്തുന്നതിനും കഷ്ടതകൾ മാറുന്നതിനും സഹായകമാകും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി സ്ഥലത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. സന്താനങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും. ഉത്സവങ്ങളിൽ പങ്കുകൊള്ളുവാൻ അവസരം ലഭിക്കും. അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ അരിഷ്ടതകൾ സംഭവിച്ചേക്കാം. മധ്യസ്ഥത നിൽക്കേണ്ട സാഹചര്യം വന്നു ചേരും. ദൂരയാത്രകൾ ആവശ്യമായി വരും. വ്യാപാരത്തിൽ മാറ്റങ്ങൾ വരുത്തും. മാതാവിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാൻ അല്പം ബുദ്ധിമുട്ടേണ്ടതായി വരും. അനുകൂലമായ ചുറ്റുപാടുകൾ ഉണ്ടാകുന്ന കാലമാണ്. എല്ലാ കാര്യങ്ങളിലും വേണ്ടപ്പെട്ടവരുടെ സഹായം ലഭിക്കും. ഇഷ്ടകാര്യങ്ങൾ നേടും. നിയമ തടസ്സങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തിയെടുക്കും. കുടുംബാന്തരീക്ഷം സന്തോഷകരമാകും. തൊഴിൽ രംഗത്ത് കൂടുതൽ ശോഭിക്കാനാവും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ലഭിക്കും. വലിയ ബിസിനസ് പദ്ധതികളിൽ പണം മുടക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, മറ്റ് ചാത്തൻ സ്വാമിമാരെ, ആഞ്ജനേയ സ്വാമി, ധർമ്മശാസ്താവ് ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതും ത്രിപുരസുന്ദരി മന്ത്രം അതുപോലെ ത്രിശതിയൊക്കെ ജപിക്കുന്നത്, ത്രിശതി പാരായണം ചെയ്യുന്നത്, മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ ഇരട്ടിപ്പിക്കുന്നതിന് സഹായകമാകും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ച ഉയർച്ചയും സ്ഥാനമാനങ്ങളും ലഭിക്കും. മാനസിക സംഘർഷങ്ങൾ കുറയും. പുതിയ മാറ്റങ്ങൾ കൊണ്ട് മുന്നേറാൻ ആവും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. നല്ല കാര്യങ്ങൾക്കായി പണം മുടക്കും. ഭാവി കാര്യങ്ങളിൽ കൂടുതൽ പ്രതീക്ഷ പുലർത്തും. വീട് പുതുക്കി പണിയും. മാറ്റിവെച്ച യാത്രകൾ നടത്തുന്നതിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നു. ശത്രുക്കളുടെ മേൽ വിജയസാധ്യത വർദ്ധിക്കുന്നു. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും അവസരങ്ങളും ലഭിക്കും. തൊഴിൽപരമായ പരീക്ഷണങ്ങൾ വിജയിക്കും. ആരോഗ്യം മെച്ചപ്പെടും. സാമൂഹിക പ്രവർത്തകർക്ക് അനുകൂല സമയമാണ്. മനോബലം വർദ്ധിക്കും. പുതിയ തീരുമാനങ്ങൾ ഗുണം ചെയ്യും. അപ്രതീക്ഷിത ധനാഗമം ഉണ്ടാകും. പുണ്യക്ഷേത്ര ദർശനം നടത്തും. പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ത്രിശതി പാരായണം ചെയ്യുന്നതും ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും മൂകാംബിക ദേവിയുമൊക്കെ പ്രാർത്ഥിക്കുന്നതും ഉപാസനാ ബലം കൂട്ടുന്നതും എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കൊണ്ടുപോകുവാൻ സഹായകമാകും. ബുധനാഴ്ച ആയതുകൊണ്ട് ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നത്, ജ്ഞാനത്തിനായി മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത് എല്ലാം കൂടുതൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. 27 നക്ഷത്രക്കാരും ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു തുളസിമാലയൊക്കെ സമർപ്പിച്ച് യഥാശക്തി മൂകാംബിക ദേവിയെ പ്രാർത്ഥിച്ച് ഹരേ രാമ ഹരേ കൃഷ്ണ നിത്യവും ദിവസം ഒരു 108 പ്രാവശ്യം എന്ന രീതിയിൽ ജപിച്ചുകൊണ്ട് ഓം നമഃ ശിവായ പ്രാർത്ഥനയും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.